ശ്രീമന്നാരായണീയം ദശകം 27 ക്ഷീരാബ്ധിമഥനവും കൂർമാവതാരവും. ശ്ലോകം 9. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉദ്ദാമ ഭ്രമണജവോന്നമദ്ഗിരീന്ദ്രന്യസ്തൈകസ്ഥിരതരഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാദയ പ്രമോദാത് ഉദ്ഭ്രാന്താനുനുപുരുപാത്ത പുഷ്പവർഷാം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ഭഗവാൻ ആമയുടെ രൂപമെടുത്ത് വെള്ളത്തിൽ മുങ്ങിപ്പോയ ആ മന്ധരപർവ്വത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. എല്ലാവരും അത്യധികം സന്തോഷത്തോടുകൂടി വളരെ ശക്തിയായിട്ട് കടയാൻ തുടങ്ങി. അവരുടെ തളർച്ച മാറ്റുവാനായിട്ട് ഭഗവാൻ രണ്ട് സംഘങ്ങളിലും, അസുരനായിട്ടും ദേവനായിട്ടും വാസുകിയിൽ സൂക്ഷ്മരൂപിയായിട്ടും പ്രവേശിച്ച് അവരുടെ ക്ഷീണമെല്ലാം തീർത്ത് അവർക്ക് നല്ല ശക്തിയും ഉത്സാഹവും ഒക്കെ വർദ്ധിപ്പിച്ചു കൊടുത്തു. മന്ധരപർവ്വതം വളരെ ശക്തിയായിട്ട് ഇവർ കടഞ്ഞ സമയത്ത് മുകളിലേക്ക് കൂടുതലായിട്ട് അങ്ങ് പൊങ്ങി. ആദ്യം വെള്ളത്തിനടിയിലേക്ക് താണുപോയി, ഇപ്പോൾ മുകളിലേക്ക് പൊങ്ങി. അങ്ങനെ അധികമായിട്ട് മുകളിലേക്ക് പൊങ്ങി വന്നപ്പോൾ ഭഗവാൻ തൻ്റെ ഒരു കൈ അതിൻ്റെ മീതെ വച്ചങ്ങട് അമർത്തി നിർത്തി. അതാണ് ഇനിയിപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഉദ്ദാമ ഭ്രമണ ജവ. ജവം വേഗം, ഭ്രമണം തിരിച്ചില് കറക്കം. ഉദ്ദാമ ഇവിടെ ശക്തിയോടുകൂടിയ ആ തിരിച്ചിലിൻ്റെ വേഗം നിമിത്തം ഉന്നമത് പൊങ്ങിപ്പൊങ്ങി വരുന്ന ഗിരീന്ദ്ര ആ മന്ധര പർവ്വതത്തിന്മേല് ന്യസ്ത ഏക. ഇവിടെ ന്യസ്ത എന്ന് പറഞ്ഞാൽ വെച്ചു അല്ലെങ്കിൽ പതിപ്പിച്ചു എന്നൊക്കെയുള്ള അർത്ഥം. ഒരു തൃക്കൈ, ഭഗവാന്റെ കയ്യ്, ഹസ്തപങ്കജം താമരപ്പൂ പോലെയുള്ള ഭഗവാന്റെ തൃക്കയ്യ് വെച്ച് പതിപ്പിച്ച് സ്ഥിരതര ആ പർവ്വതം അധികം പൊങ്ങിപ്പോകാതെ സ്ഥിരമായിട്ട് അവിടെ നിൽക്കാനായിട്ട്, താഴേക്കും മുകളിലേക്കും പോകാത്ത രീതിയിൽ തടുത്തു നിർത്തി നിൽക്കുന്ന ത്വാം നിന്തിരുവടിയെ. അപ്പൊ അതിശക്തിയായിട്ടുള്ള ആ കറക്കം കൊണ്ട് പർവ്വതം പതുക്കെ മുകളിലേക്ക് പൊങ്ങി വന്നു. മുകളിലേക്ക് പൊങ്ങി വന്നപ്പോൾ ആ മന്ധരപർവ്വതത്തിന്റെ മുകളിൽ ഭഗവാൻ തൻ്റെ താമരപ്പൂ പോലെയുള്ള കൈ വച്ചങ്ങോട് പതുക്കെ അമർത്തി. അപ്പൊ പിന്നെ പർവ്വതം മുകളിലേക്ക് പൊങ്ങിപ്പോകാതെ ഒരേ രീതിയിൽ നിന്നു. അങ്ങനെ നിൽക്കുന്ന നിന്തിരുവടിയെ ഭഗവാനെ അഭ്രാന്തേ, ഇവിടെ ആകാശത്ത്, ആകാശപ്രദേശത്ത്, വിധി ഗിരിശാദയ, അവിടെ അപ്പൊ ആകാശത്ത് ആ സമയത്ത് എത്തിച്ചേർന്ന വിധി ബ്രഹ്മാവ്, ഗിരിശ ആദയ ഗിരിശൻ ഇവിടെ ശിവൻ, ആദയ തുടങ്ങിയ ദേവന്മാര് മുതലായ ദേവന്മാര് പ്രമോദാത് വളരെയധികം സന്തോഷപരവശന്മാരായിട്ട്, പ്രമോദാത് ഉദ്ഭ്രാന്ത വളരെയധികം സന്തോഷപരവശന്മാരായിട്ട്, ഉപാത്ത പുഷ്പവർഷ നുനുവു നുനുവു സ്തുതിച്ചു, പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് ഇവിടെ ദേവന്മാര് ആകാശത്ത് വന്നു നിന്ന് ഈ മന്ധരപർവ്വതത്തിന്റെ മുകളിൽ ഒരു കയ്യും വെച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഭഗവാനെ സ്തുതിച്ചു. ഇവിടെ ഭഗവാൻ വലിയ രൂപത്തില്, ഒരു വലിയ പർവ്വതത്തിന്റെ പോലെയുള്ള രൂപം വലുതായിട്ടെടുത്ത് 1000 കൈകളോടെ നിന്ന് ഒരു കൈ പർവ്വതത്തിന്റെ മീതെ വെച്ചു എന്നാണ് ഭാഗവതത്തില് പറയുന്നത്.
അങ്ങനെ നിൽക്കുന്ന ആ ഭഗവാനെയാണ് ദേവന്മാര് ആകാശത്ത് വന്നു നിന്ന് സന്തോഷപരവശന്മാരായിട്ട് സ്തുതിച്ചത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.